ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർസിയർ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിലെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഓട്ടോകാഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ദ കീബോർഡ് ഫംഗ്ഷൻ കീ ഫോർ ഓൺലൈൻ ഹെൽപ്പ് ഇൻ ഓട്ടോകാഡീസ്. ഓട്ടോകാഡിൽ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓട്ടോകാഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ ഹെൽപ്പ് എന്ന് പറയുന്നത് F1 ആണ്. അത് നമുക്ക് ഹെൽപ്പിന്റെ വിൻഡോനെ ഡിസ്പ്ലേ ചെയ്തു തരും F1. ഓക്കെ, F11 എന്തിനാണ് നോക്കുക. F11 എന്ന് പറയുന്നത് ഓസ്നാപ്പ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് F11 ഉപയോഗിക്കുക. F6 എന്ന് പറയുന്നത് UCS ഡൈനാമിക് UCS ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ UCS എന്ന് പറഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. 3Dയിൽ എന്തുണ്ടാവും, 3 പ്ലെയിൻ ഉണ്ട് അല്ലെ. XY പ്ലെയിനിന്റെ കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഡൈനാമിക് UCS ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ നടക്കുന്നത്. പിന്നെ ഉള്ളത് F8 ആണ്. F8 ഓർത്തോ ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ടാണ്. 90 ഡിഗ്രി ലൈൻ വരയ്ക്കുമ്പോൾ 90യിൽ മാത്രമേ ലൈൻസ് പോവുള്ളൂ. അത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനും വേണ്ടിയിട്ടാണ് F8 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺലൈൻ ഹെൽപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് വിൻഡോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഓട്ടോകാഡിൽ എന്ന് പറയുന്നത് F1 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സർവേയിങ് which carried out for determining the area of unearthing relics of antiquities. അതായത് പഴയ കാലത്തിന്റെ ബാക്കി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന സർവേ ഏതാണ് എന്നുള്ളതാണ്. അത് എന്താണ്, ആർക്കിയോളജിക്കൽ സർവേ ആണ് അല്ലെ. ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലാൻഡ് ഏരിയയിൽ സർവേ നടത്തുന്നതിനെയാണ് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ അൺഎർത്തിങ് റെലിക്സ് ഓഫ് ആന്റിക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വകാലത്തിൽ ബാക്കി വെച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ പൂർവ്വകാലത്തിന്റെ ബാക്കികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ എന്നുള്ളത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് ജിയോളജിക്കൽ സർവേ ആയിട്ടാണ്. ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, മണ്ണിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഇല്ലെങ്കിലും ജിയോളജി എന്ന് പറയുന്നത് എന്താണ്, എർത്തിനെ കുറിച്ച്, എർത്തിലുള്ള മണ്ണിനെയും അതേപോലെ തന്നെ സ്റ്റോണുകളെയൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആക്ച്വലി ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞത്. ഇനി വാട്ട് ഈസ് മൈൻ സർവേ. മൈൻ സർവേ എന്ന് പറഞ്ഞാൽ മൈൻ ഡെപ്പോസിറ്റുകൾ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൈൻ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടത്തുന്ന സർവേ ആണ് ശരിക്കും മൈൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഏരിയയിലുള്ള സർവേ തന്നെയാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. അതിൽ എർത്തിന്റെ ടോപ്പോഗ്രഫീനെ കുറിച്ച് അല്ലെങ്കിൽ എർത്തിന്റെ ടോപ്പോഗ്രഫീനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സർവേ ആണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ഫോർ എക്സാമ്പിൾ റിവർ, അതേപോലെ തന്നെ നാച്ചുറൽ സ്ട്രീംസ് ഒക്കെ, ഹില്ലി ഏരിയ, അവിടെയൊക്കെ നടത്തുന്നത് എന്താണ്, ആക്ച്വലി ടോപ്പോഗ്രഫിക്കൽ സർവേ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സർക്കിൾ ഈസ് ഓൾവേസ്. ഒരു സർക്കിളിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എലിപ്സ് ആണ്. ഒരു സർക്കിളിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു എലിപ്സ് ആയിരിക്കും. എന്താണ് ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ? നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒരു ട്രാൻസ്പെറന്റ് ക്യൂബിലാണ് വെച്ചിട്ടുണ്ടാവുക. ആ ട്രാൻസ്പെറന്റ് ക്യൂബിന്റെ പ്രത്യേകത എന്താ, അതിന്റെ 3 എഡ്ജുകൾ, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എഡ്ജുകൾ പ്രൊജക്ഷൻ പ്ലെയിനിന് ഒരു നിശ്ചിത ആംഗിളിൽ, ഒരു ഈക്വൽ ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്യുന്ന രൂപത്തിലാണ് അതിന്റെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ടാവുക. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൊജക്ഷനെയാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മളൊരു സർക്കിളിനെ പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, ഒരു സർക്കിളിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതൊരു എലിപ്സ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു സ്ക്വയറിനെയാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അത് റോംബസ് ആയിരിക്കും. ഒരു റെക്ടാങ്കിളിനെ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പാരലോഗ്രം ആയിരിക്കും. ഒരു സ്ഫിയറിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും. ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് which will be same as that of the sphere. ആ സ്ഫിയറിന്റെ അതേ ഡയമീറ്റർ ആയിരിക്കും അതിന് ഉണ്ടാവുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓട്ടോകാഡ് കീ സ്ട്രോക്സ് കൺട്രോൾ വൈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ്. ഓട്ടോകാഡിൽ കൺട്രോൾ വൈ എന്നുള്ള ഫംഗ്ഷൻ എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ റീഡു ആണ്. റീഡു ലാസ്റ്റ് ആക്ഷൻ. റീഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്ത ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റീഡു ഉപയോഗിക്കുന്നത്. ഓക്കെ, റീഡു എന്നുള്ളത് എന്താണ്? അൺഡു എന്ന് പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അൺഡു എന്താണ്? നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ആക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അൺഡു ഉപയോഗിക്കുന്നത്. എന്നാൽ തൊട്ട് മുമ്പുള്ള ആക്ഷനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡു ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ആക്ഷൻ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റീഡു ചെയ്യുക. എന്നാൽ അൺഡു എന്നുള്ളത് തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ളതിന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ആക്ഷനിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അൺഡു ഉപയോഗിക്കുക. ഇനി പോളർ ട്രാക്കിംഗ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് F10 എന്നുള്ള കീ ആണ്. പോളാർ മോഡിന് വേണ്ടിയിട്ടാണ്, പോളാർ മോഡ് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് F10 ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെഡ് ഓഫ് ദ ഡ്രോയിങ് പെൻസിൽ ഈസ് ഷാർപ്പൻഡ് ടു ചിസൽ എഡ്ജഡ് ഈസ് യൂസ്ഡ് ഫോർ. ഒരു പെൻസിലിന്റെ ലെഡ് ചിസൽ എഡ്ജഡ് ആക്കി മാറ്റിയാൽ അത് എന്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം നമുക്ക് ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെൻസിലിന്റെ ലെഡ് എങ്ങനെയൊക്കെയാണ് ഷാർപ്പൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. പെൻസിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ചിസൽ എഡ്ജഡും രണ്ടാമത്തത് കൊണിക്കൽ പോയിന്റഡ് എഡ്ജും. അതായത് കോൺ ഷേപ്പിലും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ചിസൽ എഡ്ജായിട്ട് നമ്മൾ പെൻസിലിനെ ഷാർപ്പൻ ചെയ്യും. പെൻസിലിനെ നമ്മൾ ചിസൽ എഡ്ജഡ് ആയിട്ടാണ് ഷാർപ്പൻ ചെയ്യുന്നതെങ്കിൽ അത് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് ചിസൽ എഡ്ജായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലൈൻസും യൂണിഫോം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഇനി കൊണിക്കൽ ഷേപ്പിലാണ് നമ്മൾ പെൻസിലിനെ ഷാർപ്പൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ലെറ്ററിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കെച്ചിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ലെറ്ററിങ്ങിനും ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ കൊണിക്കൽ പോയിന്റഡ് എഡ്ജഡ് പെൻസിൽസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചിസൽ എഡ്ജഡ് പെൻസിൽ ലെഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫയൽസ്, എഡിറ്റ്, വ്യൂ എക്സെട്ര ആർ ഈസിലി അവൈലബിൾ ഇൻ ഓട്ടോകാഡ് ഫ്രം. ഫയല്, എഡിറ്റ്, വ്യൂ ഇതൊക്കെ ഓട്ടോകാഡിൽ ഏത് ബാറിലാണ് കിടക്കുന്നുണ്ടാവുക? ടൈറ്റിൽ ബാർ, സ്റ്റാറ്റസ് ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, മെനു ബാർ. ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മെനു ബാർ ആണ്. അപ്പൊ ഏതാണ് മെനു ബാർ? ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിലെ ഈ ബാറിനെയാണ് നമ്മൾ എന്ത് പറയാ? മെനു ബാർ എന്ന് പറയാം. ഈ മെനു ബാറിലാണ് എന്ത് കിടക്കുന്നത്? ഫയൽ കിടക്കുന്നത്, എഡിറ്റ് കിടക്കുന്നത്, വ്യൂ കിടക്കുന്നത്, ഇൻസേർട്ട്, ഫോർമാറ്റ്, ടൂള്, ഡ്രോ, ഡയമെൻഷൻ, മോഡിഫൈ, വിൻഡോ ഇതൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ഓട്ടോകാഡിന്റെ മെനു ബാറിലാണ്. അപ്പൊ ഈ ബാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനു ബാർ എന്ന് പറയാം. ഇനി എന്താണ് സ്റ്റാറ്റസ് ബാർ? സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഇവിടെ സ്നാപ്പ്, ഗ്രിഡ്, ഓർത്തത് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റസ് കാണിക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ മെനു ബാർ എന്നും ഇതിനെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നുമാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ? എന്താടാ പിന്നെ വഴക്കുറഞ്ഞു? എന്തിനാ വഴക്കുറഞ്ഞ്? ഓക്കെ, ഇനി ഏതാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ? സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ഇവിടെ ചില നമ്മളെ ഇപ്പോഴത്തെ ഓട്ടോകാഡിന്റെ വേർഷനിലൊക്കെ ഇവിടെ തന്നെയാണ് എന്തുള്ളത്? ബാക്കിയുള്ള ടൂൾസ് ഉള്ളത്. അതുകൊണ്ട് ഇതാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ ഭാഗമായിരിക്കും വരും. ഓക്കെ, പഴയ ഓട്ടോകാഡിന്റെ വേർഷനിൽ ഇവിടെയാണ് കുറെ ടൂൾ ബാർ ഉള്ളത്. ഡ്രോ ടൂൾ ബാറും അതേപോലെ തന്നെ മോഡിഫൈഡ് ടൂൾ ബാറും ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഇതാണ്. യൂസിഎസിന്റെ ഐക്കൺ ഇതാണ്. അപ്പോൾ ഈ ഡൈനാമിക് യൂസിഎസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ F10 ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈനാമിക് യൂസേഴ്സ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ടാണ് F6 ഉപയോഗിക്കുക നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഇനി നോക്കുക, ഇതിന്റെ ബാക്കിയുള്ള ബാറുകൾ നോക്കുക. ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇതിനെ നമ്മൾ മെനു ബാർ എന്ന് പറയും. ഇതാണ് എന്ത് മെനു ബാർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
ഇനി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി ബാർ എന്ന് പറയുന്നത് ഇതാണ്. ഒബ്ജക്റ്റിന്റെ ചേഞ്ചസ് വരുത്തുന്നത് ഇവിടെയാണ്. പിന്നെ ഉള്ളത് സ്ക്രോൾ ബാർ ആണ്. ഇതിനെയാണ് നമ്മൾ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ കമാൻഡ്സ് അടിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ അത് എന്ത് ചെയ്യും, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോകാഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോകാഡിന് ഒരുപാട് ഏരിയകളുണ്ട്. ആ ഏരിയകളെ കുറിച്ച് നമുക്ക് ജനറൽ ആയിട്ട് ഒരു അവയർനെസ് ഉണ്ടായിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. when the locus of a point moving in a plane in such a way that the ratio of its distance from the focus to the distance from the directrix is constant and greater than 1. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. when the locus of a point moving in a plane in such a way that the ratio of its distance from the focus to the distance from the directrix is constant and greater than 1. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പോയിന്റ് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ പോയിന്റ് മൂവ് ചെയ്യുന്നത്? ഇൻ സച്ച് എ വേ ദാറ്റ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസിൽ നിന്ന് ആ കർവിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഡയറക്ട്രിക്സിൽ നിന്ന് ആ കർവിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെയും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റും അത് 1നേക്കാൾ കൂടുതലുമാണെങ്കിൽ അത് എന്ത് ടൈപ്പ് കർവാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ ഹൈപ്പർബോള എന്നാണ് പറയുക. നമുക്കറിയാം ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്നാൽ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതേ ചോദ്യം തന്നെ ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? എലിപ്സ് ആണ്. അവിടെ എക്സെൻട്രിസിറ്റി എന്താണ്? ലെസ് ദാൻ 1 ആണ് എലിപ്സിന്റെ കേസിൽ. പാരാബോള ആണ് എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ ലോക്കസ് ഡയറക്ട്രിക്സിൽ നിന്നുള്ള ദൂരവും ഫോക്കസിൽ നിന്നുള്ള ദൂരവും പാരാബോളയിലും എന്താണ്? സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എക്സെൻട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവുമ്പോഴാണ് പാരാബോള വരിക. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ടേമാണ് ഹൈപ്പോസൈക്ലോയിഡ് എന്നുള്ളത്. ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിനകത്ത് വേറെ ഒരു ചെറിയ സർക്കിൾ, ആ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സർക്കിള് എന്ത് ചെയ്യാണ്? ഈ വലിയ സർക്കിളിന്റെ ഇന്നർ സൈഡിലൂടെ സ്ലിപ്പ് ചെയ്യാതെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഫോം ചെയ്യുന്ന ആ പോയിന്റിന്റെ ലോക്കസ് കാരണം ജനറേറ്റ് ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയുക. അപ്പോൾ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവിനകത്ത് അല്ലെങ്കിൽ ഒരു സർക്കിളിനകത്ത് മറ്റൊരു സർക്കിൾ, ഒരു ചെറിയ സർക്കിൾ, ആ സർക്കിളിൽ എന്തുണ്ട്? അതിൻ്റെ സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അല്ലെങ്കിൽ ആ സർക്കിള് എന്ത് ചെയ്യാണ്? അതങ്ങനെ മൂവ് ചെയ്യണം, മറ്റേ സർക്കിളിന്റെ ഉള്ളിലൂടെ സ്ലിപ്പ് ചെയ്യാതെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിക്സഡ് പോയിന്റ് ഫോം ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ ഹൈപ്പോസൈക്ലോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ കോൺ ഈസ് കട്ട് ഓഫ് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ഇറ്റ്സ് ബേസ് ബട്ട് നോട്ട് പാസിംഗ് ത്രൂ ദ ബേസ് ആൻഡ് ദ പോർഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ റിമൂവിംഗ് ദ പാർട്ട് കണ്ടെയ്നിങ് ദ അപ്പെക്സിസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു കോണിനെ ഇൻക്ലൈൻഡ് ആയിട്ട്, ബേസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ബേസിന് പാരലൽ ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയാം. എന്നാൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആൻഡ് ദ പോർഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ റിമൂവിംഗ് ദ പാർട്ട് കണ്ടെയ്നിങ് ദ അപ്പെക്സ്. ആ അപ്പെക്സ് വെച്ചിട്ടുള്ള ആ ഭാഗത്തിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇത് ശരിക്കും നമ്മൾ ആദ്യത്തെ ഫിഗറിൽ പിങ്ക് കളറിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫിഗർ പോലെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബേസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. എന്നാൽ ബേസിന് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന്, അപ്പെക്സ് റിമൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ശരിക്ക് ബേസിന് പാരലൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയാം. ഓക്കെ, ഇത് ഒരു ട്രങ്കേറ്റഡ് കോണാണ്. ഇതിനെ നമ്മൾ ട്രങ്കേറ്റഡ് കോൺ എന്നാണ് പറയുക. ശരിക്കും ഫ്രസ്റ്റം ഓഫ് എ കോണും എന്താണ്? ഒരു ട്രങ്കേറ്റഡ് കോണാണ്. ട്രങ്കേറ്റഡ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിന്റെ അപ്പെക്സ് കട്ട് ചെയ്ത് കളയുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ വേണേൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രസ്റ്റം ഓഫ് എ കോണ് ആക്ച്വലി ഒരു ട്രങ്കേറ്റഡ് കോണാണ്. എന്നാലും ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയാൻ പറ്റില്ല. അതെന്താണ്? ഒരു ട്രങ്കേറ്റഡ് കോണാണ് എന്ന് നമുക്ക് പറയാം. ഇനി വാട്ട് ഈസ് എ ടെട്രാഹിഡ്രൺ? ടെട്രാഹിഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡുകളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ, അതാണ് ആക്ച്വലി ടെട്രാഹിഡ്രൺ. അതിൻ്റെ ഓരോ സൈഡും എന്താണ്? ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ആക്ച്വലി ഒരു ടെട്രാഹിഡ്രൺ ആണ്. ഇനി വാട്ട് ഈസ് പെൻറ്റാഹിഡ്രൺ?
പെൻറ്റാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് 5 ഫേസുകൾ ഉണ്ടാവും. ഇവിടെ 5 ട്രയാങ്കിളുകൾ വെച്ചുകൊണ്ട് ഫോം ചെയ്യുന്ന ഈ ഒരു ഫിഗറിനെയാണ് നമ്മൾ പെൻറ്റാഹെഡ്രൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അബ്രീവിയേറ്റഡ് ക്യാരക്ടർ ഓർ ഷോർട്ട് കട്ട് കീ സി ഈസ് യൂസ്ഡ് ആസ് എ കമാൻഡ് ഫോർ ഡാഷ് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൽ സി എന്നുള്ള ഷോർട്ട് കീ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഇത് സർക്കിളിന് വേണ്ടിയിട്ടാണോ അതോ കോപ്പിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. സി എന്നുള്ള കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വലി സർക്കിളിന് വേണ്ടിയിട്ടാണ്. കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് CO എന്നുള്ള കമാൻഡാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, സർക്കിളിന് വേണ്ടിയിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കീ ആണ് സി എന്നുള്ളത്. എന്നാൽ കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് CO ആണ്. ഇനി ചെയിംഫറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് 2 സെറ്റ് സ്ക്വയറുകളാണുള്ളത്. ആ 2 സെറ്റ് സ്ക്വയറിൻ്റെ കോമ്പിനേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ ആംഗിളുകൾ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് 15 എന്നുള്ളതാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൈ ദ കോമ്പിനേഷൻ ഓഫ് സെറ്റ് സ്ക്വയേഴ്സ് വി ക്യാൻ ക്രിയേറ്റ് ഡാഷ് ആംഗിൾസ്. സെറ്റ് സ്ക്വയറിന്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് ആംഗിളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്. 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റും. 15, 30, 45, 60, 75, 90 അങ്ങനെ അതിനനുസരിച്ച് എക്സ്ട്രാ വീണ്ടും 105 പോലെയുള്ള ആംഗിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ജനറലായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയം, ഉള്ള 2 സെറ്റ് സ്ക്വയർ, ഒരു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 90, 45, 45 ആണ് ആംഗിൾസ്. സെറ്റ് സ്ക്വയറിന് ഈ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് 90, 2 ഭാഗത്തും 45. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്വയർ. രണ്ടാമത്തത് എന്ന് പറയുന്നത് 90, 60, 30 ആണ്. ഒരു സൈഡ് ആംഗിൾ 60ഉം ഇപ്പുറത്തെ സൈഡ് 30ഉമാണ്. ഈ 90, 45, 45ഉം 90, 60, 30ൽ നിന്നും എങ്ങനെ 15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഫോം ചെയ്യും എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും. ആക്ച്വലി ഇങ്ങനെ ഒരു 15 ഡിഗ്രി ആംഗിൾ നമുക്ക് ഫോം ചെയ്യാം. 2 സെറ്റ് സ്ക്വയേഴ്സും നമ്മൾ ഒരു നിശ്ചിത ഫോമിൽ അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ നമ്മൾ സ്കെയിലും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ഡിഗ്രിയുടെ ആംഗിൾസ് സുഖമായിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 15 ഡിഗ്രിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സെറ്റ് സ്ക്വയേഴ്സും ഒരു സ്കെയിലും ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 15 ഡിഗ്രി ആംഗിൾസും അതിൽ നിന്ന് ഫോം ചെയ്യും. അപ്പോൾ 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിളിൽ വരുന്ന ഏത് ആംഗിളും നമുക്ക് സെറ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.